ഓ എല്ലാവരും എന്തെടുക്കുവാണോ? ചോറൊക്കെ ഉണ്ടോ? എന്തൊക്കെ ഉണ്ട് എല്ലാവർക്കും വിശേഷമൊക്കെ? ഇവിടെ പ്രത്യേകിച്ച് വിശേഷങ്ങളായിട്ടൊന്നുമില്ല. പിന്നെ അഭിത ഇപ്പം പോകാൻ ഒരുങ്ങുന്നു, ഇറങ്ങാൻ പോവാണ്. 2 മണിയാകുമ്പോൾ അവർ ഇറങ്ങും. പിന്നെ ഞങ്ങൾക്ക് വൈകുന്നേരം ഞങ്ങളുടെ ചേച്ചിയുടെ മോൻ്റെ കൊച്ചിൻ്റെ 28 പറയാൻ പോകുന്നത് കെട്ടുമുറുക്കാണ്. അവിടെ 3-4 പേര് ഒന്നിച്ച് പോകുന്നുണ്ട്, ചേട്ടനും പിള്ളേരും എല്ലാവരും കൂടെ. അതിനിപ്പോൾ ഞാനും മൂത്ത മോനും കൂടെ കുഞ്ഞുമായിട്ട് അങ്ങോട്ട് പോകും. ദേവു ജോലി സ്ഥലത്തിൽ നിന്ന് നേരിട്ട് അവരുടെ വീട്ടിലോട്ട് പോവാണ്. ഞങ്ങൾ ഇന്ന് കെട്ടുമുറുക്കും അങ്ങോട്ട് പോകും. മാടപ്പള്ളിയിലാണ് കെട്ടുമുറുക്ക്. ഞങ്ങൾ അങ്ങോട്ട് പോകും. അനിയത്തി അങ്ങോട്ട് വരും. ഞങ്ങളെല്ലാം കൂടെ അവിടെ നിന്ന് കെട്ടുമുറുക്കുന്ന അവിടെയാണ് ഞങ്ങളെല്ലാവരും വൈകിട്ട് ഇനി തിരിച്ചു വരും. പിന്നെ വേറെ എന്താ, എല്ലാവരും ചോറൊക്കെ ഉണ്ടോ? അവർ പോകുന്നതുകൊണ്ട് ഒരു നമുക്ക് എത്ര 2 ദിവസമല്ലേ നിന്നുള്ളൂ. ഒന്നും നമുക്കൊന്നും ആയില്ല. കൊച്ചിന് അവിടെ അമ്മ ആശ്രയം, കൊച്ചു അങ്ങോട്ട് ഓടുന്നു ഇങ്ങോട്ട് ഓടുന്നു കാരണം നമുക്കൊന്നും ചെയ്യാനോ എടുക്കാനോ ഒന്നും ഉണ്ടാക്കി കൊടുക്കാനോ ഒന്നും ഉണ്ടാക്കി കൊടുത്തില്ല. ഒന്നും ഉണ്ടാക്കി കൊണ്ടുപോകാനോ വെച്ചാൽ ഒന്നും ഞങ്ങൾ ചെയ്തില്ല. ഇപ്രാവശ്യം ഇങ്ങനെ അങ്ങ് പോട്ടെന്ന് വിചാരിച്ചു. ഇനിയിപ്പം വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചേക്കുന്നു. നിങ്ങളുടെയൊക്കെ വീട്ടിലും നിങ്ങളുടെയൊക്കെ അവിടെയൊക്കെ എന്തൊക്കെ ഉണ്ട് വിശേഷങ്ങൾ? ഒരുപാട് ആൾക്കാർ ഇപ്പം പുതിയ ആൾക്കാർ നമ്മളെ വിളിക്കാറുണ്ട്. ഒരുപാട് പേര് നമ്മൾ സ്നേഹത്തോടെ സംസാരിക്കാറുണ്ട്. അതൊക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. നമുക്കിതേ ചോറെടുക്കാം. നമ്മൾ ഒരുപാട് കറിയൊന്നും വെച്ചിട്ടില്ല. രാവിലെ കപ്പയായതുകൊണ്ട് പിന്നെ ഉച്ചയ്ക്കത്തേനും ചോറൊന്നും ആരും കഴിക്കത്തില്ല. എന്നാലും ഞാൻ ചോറ് വെച്ചപ്പം ഏറെ ചോറ് വെച്ച് ഇരിക്കട്ടെ, വെള്ളേരിയല്ലേ. ചോറും കറിയൊന്നും നമ്മളത് കാരണം ഒരുപാട് ഉണ്ടാക്കിയില്ല. അവന് ചോറ് വേണ്ടാന്ന് പറഞ്ഞു. അവൻ രാവിലെ കപ്പ കഴിച്ചു. പിന്നെ അവൻ എൻ്റെ അടുത്തു എന്നാൽ കപ്പയും കഞ്ഞിയും കൂടെ ഇച്ചിരി മുന്നേ കുടിച്ചു. അത് കാരണം അവന് അത് വേണ്ടാന്ന് പറഞ്ഞു. നമുക്കിതേ ഞാൻ കപ്പളങ്ങ ഇച്ചിരി ഇരുന്ന് അതവന് ഇഷ്ടമാണ്. അതിപ്പം തോരൻ വെച്ച് കഴിയുമ്പോൾ പറയാം എനിക്ക് ചോറ് വേണ്ട അമ്മേനെ. അതായത് കഞ്ഞിയും കപ്പയും കഴിച്ചു ഇച്ചിരി മുന്നും. അത് കാണിക്കുന്നത് അമ്മ അതൊന്നും കാണിക്കല്ലേ അമ്മ, അതൊന്നും എനിക്ക് വേണ്ട, ആൾക്കാരെ കാണിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല അമ്മയെന്ന് പറഞ്ഞു. അതുകൊണ്ട് അത് ഞങ്ങൾ കാണിക്കാഞ്ഞത്. പിന്നത്തെ പപ്പടമുണ്ട്, പിന്നെ മോരുകറി ഉണ്ട്. ഇന്നലത്തെ മോരുകറി ഉൾപ്പുണ്ട്. പിന്നെ വിളിച്ച് 5-6 നാരങ്ങ ഇരുന്ന് ഞാൻ പെട്ടെന്ന് അതെടുത്തൊന്ന് അച്ചാർ വെച്ചു, അതുണ്ട്. പിന്നെ മീൻകറി ഉണ്ട്. ഞാനത്തെ മീൻകറി വെച്ചതിൻ്റെ ഇരിപ്പുണ്ട്. ഇത്രയൊക്കെ ഉള്ളൂ നമുക്ക് ഇന്ന് കറി. ഒരുപാട് കറിയൊന്നും വേണ്ട, ഇതൊക്കെ മതിയല്ലോ. ഇന്നലത്തെ കറികളൊക്കെ ഇരിപ്പുണ്ട്. മോര് കൂട്ടാനും ഉണ്ട്, കപ്പളങ്ങ തോരൻ, പപ്പടം, അച്ചാർ. പിന്നെ ഇന്ന് മീൻകറിയുടെ ഇരിപ്പുണ്ട്, കപ്പ ഇരിപ്പുണ്ട്. ഒരുപാട് കറി ആവശ്യമില്ലല്ലോ, ഇതൊക്കെ പോരെ. എല്ലാം കൂട്ടി കഴിക്കാനായിട്ട് നിങ്ങളും കഴിച്ചാലും കഴിച്ചില്ലെങ്കിൽ നിങ്ങളെല്ലാം എപ്പോഴും ചോറിനാൻ വിളിക്കുന്നുണ്ട്. ഓടി വായോ ചോറിനാം.